അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ള റെസിപ്പി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ വണ്ണം കുറച്ചിട്ടുള്ള ഗോതമ്പ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, അതിപ്പോൾ പറയാം കേട്ടോ. വേറൊന്നുമല്ല, നല്ല തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട്. അത് ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറയാനായിട്ട് വിട്ടുപോയി. ചൂടോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആകെ ഒട്ടണ പോലെ തോന്നും. അപ്പോൾ അത് നല്ല തണുത്തതിന് ശേഷം ചേർക്കാവൂ. അതെനിക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് നിങ്ങൾ ആരും മറക്കരുത്. വെന്ത ഉടനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കരുത്. ഒന്ന് ആറിയതിന് ശേഷം ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും തയ്യാറാക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം തയ്യാറാക്കാവൂ കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നത്. പിന്നെ എന്തിട്ടാണ് വെജിറ്റബിൾസ്, ക്യാബേജ് അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് തൈറോയ്ഡ് ഉള്ളവർക്ക് ക്യാബേജ് അത്ര നല്ലതല്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, വേണ്ടാത്തത് വേണ്ടാന്ന് വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം കളയണ്ട. എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ളത്, പെട്ടെന്ന് വണ്ണം കുറച്ചോളോട്ട് അത് ഉണ്ടാക്കി കഴിച്ചിട്ട്. ഇനി വേറെ റെസിപ്പീസ് വേണമെങ്കിൽ പറയും വേണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇതിന് എങ്ങനെ വ്യൂസ് കിട്ടും നോക്കട്ടെ, എന്നിട്ടാണ് ഞാൻ മറ്റുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ. ബിരിയാണി, വീറ്റിൻ്റെ ബിരിയാണി, പിന്നെ ഉപ്പുമാവ്, കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് എന്ന് തന്നെ പറയണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കണം അല്ലേ? ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അതാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പും. പിന്നെ ഇത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു പഞ്ചാരമണി പോലെ ഇതെങ്ങനെ ഇതിന്റെ മീതത്തിന്റെ തൊലി ഉണ്ട് കേട്ടോ, തൊലി കളയാത്തതാണ്. ഇതിവിടെ മില്ലില് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇങ്ങനത്തെ ബ്രൗൺ കളറിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ഇത്തിരി കൂടി വലുതായിരിക്കും നമ്മുടെ പാക്കറ്റിൽ വരണത്. ഇതാകുമ്പോൾ ഇച്ചിരി വിലയും അധികം അങ്ങോട്ട് വരുന്നില്ല, നമുക്ക് കുറച്ച് പൈസയ്ക്ക് തന്നെ തോനെ കിട്ടും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല തരിത്തിരിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേ കണ്ടോ, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പം പെട്ടെന്നാവും. ഞാൻ 2 മണിക്കൂർ ഇട്ടേക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ വെളുത്തിട്ടുണ്ടാക്കണമെങ്കിൽ രാത്രി ഇടാം. അത് ഇട്ടുകൊണ്ട് കുതിർന്ന് കൂടുതലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതാണ്ടോ, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ വലുത്, അതാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അതാണെങ്കിൽ വേറെ പ്രത്യേക വേവും കുതിർന്നതിന് സമയം വ്യത്യാസം ഒന്നുമില്ല, ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ്. നല്ല ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇത് കണ്ടോ, നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കഴുകിയാൽ മതി കേട്ടോ. അത് ഏത് നേരം നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു വെളുത്ത കളർ വരും, കാരണം ഇത് കുതിർന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ ഗോതമ്പിന്റെ പാലിറങ്ങും. അപ്പൊ അത് കുറെ ഇങ്ങനെ പീച്ച് കഴുകണ്ട, ജസ്റ്റ് ഒന്ന് കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കി കഴുകിയാൽ മതി. 2 പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട പണി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് 1/2 കപ്പാണ് കേട്ടോ, 1/2 കപ്പിന്റെ അളവാണ് ഇന്ന് ഞാൻ പറയണത്. ഇതിപ്പോ 1/2 കപ്പുണ്ട് 2 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ളത്. അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. നിങ്ങൾക്ക് അത് ഓരോരുത്തർ കഴിക്കുന്നതനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. 1/2 കപ്പ് കൊണ്ട് 2 പേർക്ക് ഒരു നേരം കഴിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു അരിപ്പ പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ നല്ലോണം വെള്ളം വാർത്തുക, നമ്മുടെ സാധാ അരിപ്പയിൽ ഊറ്റിയിട്ട്, എന്നിട്ട് ഒരു കിണ്ണത്തിൽ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും മതി. ഇതാകുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. ഇങ്ങനത്തെ ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഇഡ്ലി ചെമ്പിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ലി ചെമ്പിന്റെ ഉൾവശം ഞാൻ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരില്ല, കാരണം ഒരു പ്രാവശ്യം ഇഡ്ലി ഉണ്ടാക്കിയതിന്റെ ചരിത്രമാണ് ഈ ഇഡ്ലി ചെമ്പ്. കണ്ടില്ലേ, ഉള്ളിൽ നല്ലോണം കരിവാളിച്ചു പോയി, വെള്ളം വറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഇഡ്ലി ചെമ്പ് മേടിക്കണ്ടേ, അപ്പം അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ട അത് അടിയിലേക്ക് പൊക്കോളും. അതൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പൊ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കണം. ഇതിൽ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, ഇപ്പൊ ഒന്നും ചേർക്കണ്ട. ഇത് നമുക്ക് ഇനി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ചതച്ചതാണ്, പേസ്റ്റ് ഒന്നും ചേർക്കണ്ട. പിന്നെ അതുപോലെ അരിഞ്ഞതൊന്നും ചേർക്കരുത്, ഇതുപോലെ ചേർത്തോളൂ കേട്ടോ, എന്നാലും നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു പീസാണ്. ഒരു 6 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. അതിപ്പോൾ അളവൊന്നുമില്ല, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ.
ഇതിപ്പോ ഏകദേശം ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ മതിയാവും കുരുമുളക് ചതച്ചതാണ്. മിക്സിയിൽ പൊടിച്ച് ചേർക്കിനെക്കാട്ടി നല്ല ഒന്ന് ചതച്ചിടുകയാണ്. അപ്പോഴാണ് ആ റൈസിന്റെ കൂടെ കടിക്കുമ്പോൾ രസം എനിക്ക് തോന്നാറ്. അത് 1 ടീസ്പൂൺ വരെ ആവാം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ഒരു സാധനം കൂടി ചേർക്കും, മഞ്ഞൾപ്പൊടി. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1/2 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോ മഞ്ഞൾപ്പൊടി ചിലവാകാത്ത വല്ല വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇനി ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഞ്ഞൾപ്പൊടി തീർന്നു കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് നമുക്ക് ഇതിലോട്ട് ഇനി ചേർക്കേണ്ടത് സവോള. കണ്ടോ, ഞാനിവിടെ 1 സവോളയാണ് എടുത്തേക്കണത് കേട്ടോ, ചെറുത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. കണ്ടോ, 1 സവോള അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് 1/2 സവോള മതിയെങ്കിൽ 1/2 ചേർക്കാം. ഞാൻ നല്ല വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കും, ക്യാരറ്റും കാര്യങ്ങളും സവോളയും അങ്ങനത്തെയൊക്കെ. ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ, കാരണം ആ സവോളയിലത്തെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം, അത്ര മാത്രമേ വേണ്ടൂ. നമ്മുടെ സവോള ഒരു 2 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ക്യാരറ്റാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോണേ. 1 ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തു വെച്ചേ ഉള്ളൂ. ഞാൻ ഇത്ര ഉപയോഗിക്കാറില്ല. ക്യാപ്സിക്കത്തിന്റെ അളവ് പറയാനാണെങ്കിൽ കൈ കൊണ്ട് 1 പിടി ഇട്ടാൽ മതി, 1 2 ഞാൻ ഇപ്പോൾ എന്തായാലും ഇച്ചിരി ഗ്രാൻഡ് ആയിക്കോട്ടെ, 2 പിടി കിടക്കട്ടെ. അപ്പം 2 പിടി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ക്യാപ്സിക്കം ഒക്കെ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യാറ്. ആവശ്യമാകുമ്പോൾ എടുക്കും ഞാൻ, അങ്ങനെ ചെയ്യാറ്. ക്യാപ്സിക്കും ക്യാബേജും ഞാൻ ഫ്രീസറിൽ വെക്കുക ചെയ്യാറ്. ക്യാരറ്റ് പിന്നെ അത്ര കേടായി പോവില്ലല്ലോ പെട്ടെന്ന്. ക്യാപ്സിക്കം തോനെ മേടിച്ച് വെച്ചാൽ കേടായി പോകും. അപ്പം ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കുക ചെയ്യാറ്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരാം. ക്യാരറ്റ് ബാക്കി ചേർക്കാൻ കിട്ടുമോ? അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം കാണാനില്ലേ, ക്യാബേജ് ആണ് കേട്ടോ. ക്യാബേജ് ഞാൻ കൈകൊണ്ട് നീളന അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കൈകൊണ്ട് 1 പിടി ക്യാബേജ് അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ മേടിച്ചപ്പം അരിഞ്ഞു വെച്ചു എന്ന് മാത്രം. ഇനി അത് ഫ്രീസറിൽ വെക്കുക ചെയ്യാറ് കേട്ടോ. ആവശ്യത്തിനപ്പം എടുത്തിട്ടാൽ മതിയല്ലോ വേഗം. അപ്പോൾ 1 പിടി ക്യാബേജ് നീളത്തിലരിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ വെജിറ്റബിൾസ് ഇത്തിരി അങ്ങ് കൂടിയാലും കുറഞ്ഞാലും അതൊന്നും ഒരു വിരോധമുള്ള കാര്യമല്ല കേട്ടോ. ഇതിൽ മെയിൻ കാര്യം റൈസ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വെള്ളത്തിൽ വെന്ത് കിട്ടണ പോലത്തെ ഒരു ടെക്സ്ചർ അല്ല ഇത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം ഇത്തിരി അധികം ചേർത്താലും വിരോധമില്ല കേട്ടോ, കാരണം റൈസിലേക്ക് ആവശ്യമാണ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കോഴിമുട്ട. ഞാൻ പറഞ്ഞല്ലോ 1 കോഴിമുട്ട ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം, വിരോധമുള്ള കാര്യമല്ല. 2 എണ്ണം വരെ ആവാട്ടോ. നടുക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. മതി, ഇത്ര നേരം ഇരുന്നാൽ മതി. ഇനി ഇതൊന്ന് ചേർത്ത് ഇളക്കുക കേട്ടോ. ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ വരെ ആവാം, പക്ഷെ 1/4 ടീസ്പൂൺ മതി ഗരം മസാല. 1/2 ടീസ്പൂൺ വരെ ആവാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണേ. കണ്ടോ, നമ്മുടെ ഗോതമ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തു കേട്ടോ. കണ്ടോ, ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല. അത് ഈ ഒരു പരുവത്തിലിരിക്കും. ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞ വീഡിയോ നീണ്ടു പോകും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത് വേവിക്കണതും കറക്റ്റായിട്ട്, അതുപോലെ തന്നെ ഇത് എത്ര നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, എങ്ങനെ എടുത്ത് വെക്കണം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറൊരു വീഡിയോയിൽ. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 1 ഒട്ടാതെ നല്ല മണിമണിയായിട്ട് കിട്ടി നമുക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പറയാം. കണ്ടോ, ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം മതി. 20 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, വെന്ത് കിട്ടും പെട്ടെന്ന്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് തട്ടി കൊടുക്കാം.
എന്നിട്ട് വീഴാനായിട്ട് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. ഈ നേരത്ത് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത് ഉപ്പ് പോരെങ്കിൽ ഇപ്പം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും, കാരണം റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പം നല്ല ഉപ്പ് വേണം, എന്നാലാണ് ഇത് കഴിക്കാനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇത് തട്ടി പൊത്തി വെച്ച് കൊടുക്കാം നമുക്ക്. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതെന്തിനാന്ന് വെച്ചാൽ ഇതാ വെള്ളുള്ളിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും മണം അതിലേക്ക് കറക്റ്റായിട്ട് പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കറിവേപ്പില. ആദ്യം ചേർത്തതാണ് എങ്കിലും വീണ്ടും കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിൻ്റെ മീതെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൽ ചേർക്കില്ലല്ലോ എന്ന് ചിന്തിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് മറ്റേ സ്പ്രിംഗ് ഓണിയനെക്കാട്ടിനൊക്കെ രുചി ഇതാണ്. അപ്പം നമ്മൾ ടേസ്റ്റ് ഉള്ളത് ഏതാണോ അതല്ലേ ചേർക്കണ്ടേ. ഇനി അടുത്തത്, ഇനി നിങ്ങൾ ആരും മുഖം ചുളിക്കണ്ട, പച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയാണ് ഡയറ്റിങ്ങിൽ വണ്ണം കുറയ്ക്കാൻ ചിന്തിക്കേണ്ട. ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കണതുകൊണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ 3 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് സത്യത്തിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വെളിച്ചെണ്ണ കണ്ടിട്ട് പേടിയാണ്ടാച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ ഞാൻ എന്തായാലും ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ അല്ലേ, പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോ, ഒരു പ്രോബ്ലം വരില്ല. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഈ പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂടി വയ്ക്കണമെങ്കിൽ മൂടി വയ്ക്കാം, തുറന്നു വയ്ക്കണമെങ്കിൽ തുറന്നു വയ്ക്കാം. ഇതിപ്പോൾ നല്ല ചൂടാറിയിട്ടുള്ള പരിവാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം ടപ്പേന്ന് തന്നെ എല്ലാവരുടെയും വണ്ണവും കുറയ്ക്കാം. അപ്പം നമുക്ക് ഇനി ഇതുപോലത്തെ വീറ്റിൻ്റെ വേറെ വേറെ റെസിപ്പീസ് ഉണ്ട്, അത് ഞാൻ വഴിയേ ഇടാം നിങ്ങൾക്ക് താല്പര്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണേ, എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.